ഇത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഈ തുടരും സിനിമയിലെ നമ്മുടെ പ്രകാശ് വർമ്മന്റെ ഇതായിട്ട് ബന്ധമുണ്ടോ എന്തെങ്കിലും? ഒരു ബന്ധമില്ല. എനിക്ക് പറയാനുള്ള അതിനകത്ത് പറയുമ്പോഴേ ഞാൻ മനസ്സാവാച അറിയാതെയൊക്കെ ചില ഫേമസ് ആയിട്ട് ലെജൻഡുകളായ ചില നടന്മാരെയൊക്കെ ഉപയോഗിച്ച് ഒക്കെ അവരുടെ ഒരു ഇതാണ്. നമുക്കതിനൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിന് മറുപടിയായിട്ട് ചില സോഷ്യൽ മീഡിയയിൽ കൂടെ കേൾക്കുന്ന മറുപടി ഇതാ, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ദൈവത്തെ ഓർത്ത് ക്രൂശിക്കരുതെന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഞാൻ മനസ്സാവാച ഇതൊന്നും പറഞ്ഞതല്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തർ ചേട്ടാ ഇന്നൊരു സംഭവം കണ്ടായിരുന്നു, അതുകൊണ്ടോ അങ്ങനെ ഒരാളിത് പറഞ്ഞപ്പം ഇന്ന നടനുമായിട്ട് അവരുടെ പുള്ളി ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് അയാളുടെ മനസാക്ഷിക്ക് അയാളൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതൊരു വലിയ അപരാധമായിട്ട് എന്നെ കുറ്റപ്പെടുത്തി എന്നെ ചീത്ത വിളിക്കുക ഞാൻ എന്തറിഞ്ഞത് ദൈവത്തെ ഓർത്ത് ഞാൻ ഈ വക പരിപാടികൾക്കൊന്നും വേണ്ടി പോകുന്ന ഒരാളല്ല. അക്കാഡമി അവാർഡ് കിട്ടിയിട്ട് പോലും അതിന്റെ ഒരു ഫോട്ടോ പോലും ഫേസ്ബുക്കിലോ മറ്റു സോഷ്യൽ മീഡിയയിലോ ഇടാൻ പറയാൻ എനിക്ക് അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു പരസ്യം ഉണ്ടാക്കി ഒരു ഇത് കേൾക്കണം നല്ല അങ്ങനെ ഒരു ചിന്തയുള്ളവരല്ല. ദൈവം തമ്പുരാൻ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരാളാണ്. മുന്നാലെയല്ല, അതിന്റെ പിന്നാലെ പോകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു മനുഷ്യർക്ക് ഒരു ദ്രോഹവും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്യത്തുമില്ല. ആരെങ്കിലും കോടിക്കണക്കിന് രൂപ കൊണ്ടെത്തുന്നത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യത്തുമില്ല.